നമസ്കാരം. കുറച്ച് നേരത്തെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. എന്നാലും വൈകിയെങ്കിലും അതിന് വില പോയിട്ടില്ല എന്ന് തോന്നുന്നു. എന്താ ഞാനൊന്ന് പറയട്ടെ. 2024 ന്യൂസ് മേക്കർ അവാർഡ്, മനോരമയുടെ ന്യൂസ് മേക്കർ അവാർഡിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ പരിഗണിച്ചിരുന്നു. ആ പരിഗണിച്ചവരിൽ അവസാന ലിസ്റ്റിൽ വന്നത് ഷാഫി, സുരേഷ് ഗോപി, അതേപോലെ PV അൻവർ, ഇങ്ങനെ കുറച്ച് പേരാണ്. ഇതിന്റെ തുടക്കം മുതൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കേരളത്തിൽ ന്യൂസ് മേക്കേഴ്സ് ആയിട്ടുള്ള 2 പേരുണ്ട്. അവര് വാർത്ത സൃഷ്ടിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിലൊന്ന് അത്ര അങ്ങോട്ട് പ്രശസ്തനൊന്നും അല്ലാത്ത ഒരു സംഭവം കൊണ്ട് മാത്രം പ്രശസ്തിയായിപ്പോയ, എന്നാൽ മാസങ്ങളോളം വാർത്തകളിൽ നിറഞ്ഞു നിന്ന, ചാനലുകൾ നിറഞ്ഞു നിന്ന, ന്യൂസ് സർവറുകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള യദു എന്ന ചെറുപ്പക്കാരനാണ് ഒന്ന്. തിരുവനന്തപുരത്തെ അറിയാമല്ലോ, മേയർ ആര്യയും സച്ചിൻ ദേവും ചേർന്നിട്ട് ആ വണ്ടി തടഞ്ഞിട്ട് ആ പ്രശ്നം ഞാനിവിടെ പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ന്യൂസ് മേക്കർ ആയി മാറിയിട്ടുള്ള ലോകമെമ്പാടും, കാരണം ഇവരൊക്കെ ലോകമെമ്പാടുമാണ് മാറിയത്. മലയാളികൾ എവിടേക്കുണ്ടോ അവിടെ മുഴുവൻ. മനാഫിന്റെ കാര്യമാണ് രണ്ടാമത്. മനാഫിനെ അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ പിന്നീട് സംസാരം ഉണ്ടായി, അവിടെ നിൽക്കട്ടെ. ഏതായാലും മനാഫ് എന്ന വ്യക്തിയെ മൊത്തത്തിൽ മലയാളികളെല്ലാം അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് എന്തോ ഒരു വികാരമായി എല്ലാവരും ഏറ്റെടുക്കുന്നത് കണ്ടു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് മനാഫിന്റെ വീട്ടിലേക്ക് ഒരു ഒഴുക്ക് സംഭവിച്ചത്. ഇപ്പൊ എനിക്ക് തന്നെ എത്ര കോളുകൾ ഒരു ദിവസം വരുമെന്നറിയാം. എന്റെ ചാനലിൽ പരസ്യം ഇപ്പൊ കാണാനില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്ക്രോളിംഗ് ടെസ്റ്റ് പരസ്യങ്ങൾ നിലച്ചത് ഈ മനാഫിനെയും യദുവിനെയും കാരണമാണ്. ഇവർ രണ്ടുപേരും കൂടി എന്റെ കഞ്ഞുകൂടി മുട്ടിച്ചു എന്ന് പറയുന്നതാണ് ശരി. ശരിക്കും സുരേഷ് ഗോപിയെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടോ, ഷാഫി പറമ്പലിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടോ, അല്ലെങ്കിൽ അതുപോലെ PV അൻവറിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടോ ഒന്നും എന്റെ കഞ്ഞുകൂടി മുട്ടിയിട്ടില്ല. പക്ഷെ യദുവിനെ കുറിച്ചും മനാഫിനെ കുറിച്ചും വീഡിയോ ചെയ്യുക കാരണത്താൽ എൻ്റെ ചാനലിന്റെ താഴെ പരസ്യം കൊടുത്തിട്ടുള്ള കമ്പനി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഏത് സ്ഥാപനം ഉണ്ടല്ലോ, അവരുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് യദുവിനെ മനാഫിനെ അന്വേഷിച്ച് സംഗതി അവരാരും പരസ്യം തരാതെ എൻ്റെ കഞ്ഞൂടി മുട്ടി. അപ്പോൾ അത്രത്തോളം വാർത്താ പ്രാധാന്യം അവർക്ക് വന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അത്രത്തോളം ജനങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞു, മീഡിയകളെല്ലാം വാർത്ത വന്നു കഴിഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് ഇവർ രണ്ടുപേരും പ്രാഥമിക ലിസ്റ്റിലെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ? യദു മാറി നിൽക്കട്ടെ. യദു ഒരു സാധാരണക്കാരായതുകൊണ്ട്, ഒരു കൂലിപ്പണിക്കാരനായതുകൊണ്ട് അയാൾ ഒരു പക്ഷേ യോഗ്യതയില്ല എന്ന് കരുതാം. ഓക്കെ, സമ്മതിച്ചു. കോടീശ്വരനായിട്ടുള്ള, എല്ലാത്തിനും വകുപ്പുള്ള, 10-16 ടയർ ഉള്ള ലോറികളൊക്കെ ഉള്ള മനാഫ്, ആ മനാഫിനെ വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നല്ലോ. ഇത്രയും ആൾക്കാർക്ക് എന്തൊരു അത്താണി പോലെ ആൾക്കാർ കയറി ഇറങ്ങുന്നുണ്ടല്ലോ ഇപ്പോഴും. പെട്ടെന്നൊരു ദിവസം ഉണ്ടായ പ്രശസ്തിയാണെന്നുണ്ടെങ്കിലും മലയാളികൾ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ, മീഡിയകൾ, മനോരമ ചാനലടക്കം കുറെ കറങ്ങിയല്ലേ. ഒന്നുമല്ലെങ്കിലും മനോരമ ന്യൂസിന് ഷിരൂരിൽ എത്ര ദിവസം അവർ തമ്പടിച്ചിരുന്നത് നമുക്കറിയാലോ. അപ്പോൾ അത്രത്തോളം വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്ന മനാഫിനെ എന്തുകൊണ്ടാണ് പ്രാഥമിക ഘട്ടത്തിലെങ്കിലും പരിഗണിച്ചില്ല? അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ ഒരു നമുക്കറിയാം ഇത് എന്താണെന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് വെറുതെ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ PV അൻവർ ഇത്രയധികം ഒരു വാർത്തയായിരുന്നു. പിന്നെ വേറെ ആരൊക്കെയോ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, കൊച്ചിയിലോ ഗോകർണത്തോ ഒക്കെ ഉള്ള ആരൊക്കെയോ കുറെ ആൾക്കാർ ലിസ്റ്റിൽ വന്നു. അവരൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല. എനിക്കറിയില്ല അവരൊക്കെ എന്ത് ന്യൂസ് മേക്കിംഗ് ആണ് ഇവിടെ നടത്തിയതെന്നുള്ളത്. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ന്യൂസ് മേക്കിംഗ് 2 പേര് നടത്തിയേക്കണം, യദുവും മനാഫും നടത്തിയേക്കണം. ഇവരെ 2 പേരെ ആ ലിസ്റ്റിൽ എവിടെയും കണ്ടില്ല. പിന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ച ഒരാളെന്ന നിലയിൽ കുറച്ചൊക്കെ മൂപ്പരുണ്ടാക്കിയേക്കണ്. അതേപോലെ PV അൻവറും കുറച്ചൊക്കെ ഉണ്ടാക്കിയേക്കണ്. ഷാഫി പറമ്പിലും അതുപോലെ കുറച്ചൊക്കെ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ചുണ്ടാക്കിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ മാസങ്ങൾ സംസാരിച്ചിരുന്നതാണ് യദുവിന്റെ കേസും അതുപോലെ മനാഫിന്റെ കേസും. യദുവിന്റെ കേസാണെങ്കിൽ മൊത്തത്തിൽ ഓളം തല്ലി നിന്ന സമയത്താണ് സച്ചിൻ ദേവിന്റെ മന്ത്രി സ്ഥാനത്തേക്കുള്ള കയറ്റമൊക്കെ നോക്കിയിരുന്നത്. പക്ഷെ ആ ഓളം തല്ലൽ നിലനിന്നത് കൊണ്ട് തന്നെ സച്ചിൻ ദേവിന് മന്ത്രിസ്ഥാനം കിട്ടിയതുമില്ല. അപ്പൊ അത്രത്തോളം ഒരു ന്യൂസ് മേക്കിംഗ് യദുവിന്റെ കാര്യത്തിൽ നടന്നു. ഇവിടെ മനാഫിന്റെ കാര്യത്തിലോ? അപ്പോൾ ഈ 2 പേരെയും ഒഴിവാക്കിക്കൊണ്ട് ന്യൂസ് മേക്കിംഗ് ഒരു പ്രാഥമിക തലത്തിലെങ്കിലും ന്യൂസ് മേക്കിംഗ് അവരുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നീതിപൂർവമാണ് എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ നേരത്തെ കൂട്ടി തീരുമാനിച്ചു, ആർക്ക് കൊടുക്കണോ തീരുമാനിച്ചിട്ടുണ്ട്. ഏതുപോലെ എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. മുമ്പ് ശിഹാബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് അറിയാമായിരിക്കും. ശിഹാബ്, പൂക്കോട്ടൂർ ശിഹാബ് എന്നാണ് പറയുക. കൈകളും കാലുകളും ഇല്ല എന്നുണ്ടെങ്കിലും അത്ഭുതം സൃഷ്ടിക്കുന്ന ശിഹാബ്. ആ ശിഹാബിന്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ ജയ്ഹിന്ദിൽ നിന്ന് പെർഫോം മോശമായതുകൊണ്ട് പുറത്താക്കുന്ന ഒരു സിസ്റ്റം വന്നു. ഞാൻ പറഞ്ഞു, ശിഹാബ് നിന്നെ പുറത്താക്കൂല, നിന്നെ പുറത്താക്കുന്നു എന്നുള്ള ചാനലിന്റെ ഒരു നാടകം മാത്രമാണ്. നിന്നെ പുറത്താക്കി കഴിഞ്ഞാൽ ചാനല് ആ പ്രോഗ്രാമിന് ഉണ്ടാവില്ല, നീ ആയിരിക്കും വിന്നർ, നോക്കിക്കോ എന്ന് പറഞ്ഞു. അതുപോലെയാണ് സംഭവിച്ചത്. SMS-ലൂടെ ശിഹാബ് അങ്ങോട്ട് ഇടിച്ചു കയറി എന്ന് പറഞ്ഞിട്ട് അതിലെ വിന്നറായി മാറുന്നതാണ് പിന്നെ കണ്ടത്. കാര്യം ശിഹാബ് എന്ന് പറയുന്ന കൈകളും കാലുകളും ഇല്ലാത്ത ആ ഒരു സ്റ്റാറാണ് ആ ഒരു പ്രോഗ്രാം കൊണ്ടുപോയത് എന്ന് പറയാം.
അപ്പോൾ ചിലരൊക്കെ അവർക്ക് ആവശ്യമായി വരും, ചിലരൊക്കെ പൊക്കേണ്ടിയും വരും. ഈ അവാർഡ് കാശ് കൊടുത്ത് വാങ്ങുന്നത് പോലെയാണത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഇവിടെ മനാഫും അതുപോലെ യദുവും കാശ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരെ അറിയിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരൊക്കെ ന്യൂസ് മേക്കറായിട്ട് മനോരമയ്ക്ക് തോന്നിയിട്ടുണ്ടാവില്ല. എന്തായാലും മലയാളികൾക്ക് മനസ്സിലാകുന്നത്, എനിക്കൊക്കെ മനസ്സിലാകുന്നത്, ഈ ഇപ്പൊ നിലവിൽ ന്യൂസ് മേക്കിംഗ് ഫൈനൽ ലിസ്റ്റായിട്ട് വന്നിട്ടുള്ളവരെക്കാൾ കൂടുതൽ ന്യൂസ് മേക്കിംഗ് നടത്തിയിട്ടുള്ളത് ഇവർ രണ്ടുപേരാണെന്നാണ്, പ്രത്യേകിച്ച് മനാഫ്. Different angles. Don't forget to subscribe and support this channel.